ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ ദിവസമല്ലേ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു നിങ്ങളോടൊപ്പം ഞാൻ യൂസ് ചെയ്യുന്ന സ്കിൻ കെയർ പ്രൊഡക്ട്സ് അല്ലയോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് കറക്റ്റ് വേ ഓഫ് യൂസിങ് ദ സ്കിൻ കെയർ പ്രൊഡക്ട്സ് കേട്ടോ. എങ്ങനെയെങ്കിലും നമ്മൾ മുഖത്ത് വാരിയിട്ട് പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ അത് ശരിയാവില്ല. അതിൻ്റെതായ ഒരു സ്റ്റെപ്പും ഉണ്ട്. അതിന് കുറച്ച് സമയം, അതായത് ഒരു 10 മിനിറ്റ്സ് നമുക്കുള്ളപ്പോൾ മാത്രം ചെയ്യുക. ഫസ്റ്റ് ഓഫ് ദ ഡേ ഏർലി മോർണിംഗ് റൂട്ടീൻ. ഇപ്പോൾ 7 o'clock ഒക്കെ ആയിട്ടേ ഉള്ളൂ. ഇപ്പോൾ 7 o'clock ആകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ കുളി കഴിയും അല്ലേ. കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതിന് ശേഷം ഉള്ളൊരു വ്ളോഗാണ്. ഞാൻ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ എൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് കുളി കഴിഞ്ഞ് മുഖം നല്ലപോലെ തുടച്ച് മാറ്റുക. അതായത് ഞാൻ പറഞ്ഞില്ലയോ, ആ ഗ്ലാസ് സ്കിന്ന് റൂട്ടീൻ ഞാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞുള്ള നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. നൊവൈജിൻ്റെ അണ്ടർ ഐ ക്രീമാണ് കേട്ടോ. റിങ്കിൾസിനൊക്കെ ഉള്ളതാണ്. ഇതിൽ എഴുതിക്കുന്നത് റിങ്കിൾ സ്മൂത്ത് ഐ ക്രീം എന്നാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. 2 ദിവസം കൊണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് 3rd ഡേ ആണ്. ഇതാണ് ഞാൻ ആദ്യം ഇടുന്ന സ്റ്റെപ്പ്. ഏറ്റവും കുറച്ച് മാത്രമേ നമുക്ക് അണ്ടർ ഐ ക്രീംസ് ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ. ഇത് കാണാവൂ നിങ്ങൾക്ക്? വളരെ ഒരു ചെറിയ ഒരു സ്മോൾ പൊട്ടിൻ്റെ അത്രയേ ഉള്ളൂ കേട്ടോ. ഇത് നമ്മൾ എടുത്തിട്ട് ഈവൻലി നമ്മൾ കണ്ണിൻ്റെ ചുറ്റാകെ പാറ്റ് ചെയ്യുക. ഓക്കെ, ഒരുപാട് പ്രഷറൊന്നും കൊടുക്കണ്ട, ഇതുവരെ കൊണ്ടെത്തിക്കുക കേട്ടോ. ഇവിടെ ഒരു ശകലം പ്രഷർ കൊടുക്കുക. ഒരു 4-5 പ്രാവശ്യം ഇതുപോലെ ചെയ്യുക. ലാസ്റ്റ് ടൈം ഇങ്ങനെ ഒന്ന് കൊടുത്ത് ഇവിടെ ഒരു പ്രഷർ കൊടുക്കുക കേട്ടോ. ഇവിടെ എല്ലായിടവും അത് പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരു ക്രീം ഇട്ടതിന് ശേഷം ഒരു 30 സെക്കൻഡെങ്കിലും ടൈം കൊടുക്കണം അടുത്ത ക്രീം ഇടാനായിട്ട് കേട്ടോ. ഇതാണ് ശരിക്കുള്ള സ്റ്റെപ്പ്. 30 സെക്കൻഡ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തത് ഉപയോഗിക്കുന്നത് നൊവൈജിൻ്റെ തന്നെ ബ്ലെമിഷ് ആൻഡ് ഏജ് ഡിഫൈ സെറമാണ് കേട്ടോ. ഇത് പമ്പാണ്. 2 സ്മോൾ പമ്പ്. ഒരു പീയുടെ വലിപ്പം ഇല്ല കേട്ടോ. ഇത് വളരെ ചെറുതാണ്. ഇത് ഒത്തിരി ലിക്വിഡ് ഫോമാണ്. ഇത് നമുക്ക് നേരിട്ട് നമ്മുടെ മുഖത്തിടാം, അല്ലെങ്കിൽ കയ്യിലിട്ടിട്ടിടാം. എനിക്ക് കയ്യിലിട്ടിട്ടിടുന്നതാണ് കൂടുതൽ താല്പര്യം. ഈവൻലി നമ്മുടെ ഫേസിലും നമ്മുടെ ഫോർഹെഡിലും നമ്മുടെ കഴുത്ത് മറക്കരുത്, കഴുത്തിലുമൊക്കെ ഇടണം. ബാക്കിയുള്ളത് നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മുടെ മുഖത്തൊന്ന് നന്നായിട്ട് ഇത് പ്രസ് ചെയ്യണം കേട്ടോ. ഒരു 30 സെക്കൻഡ്സ് പ്രസ് ചെയ്തു നമ്മുടെ എല്ലാ ഭാഗത്തും. ഇതിപ്പോൾ എല്ലാ ഭാഗത്തും എത്തിയിട്ടുണ്ട്. ബാക്കി വരാനൊന്നും കാണില്ല കേട്ടാ. നമ്മുടെ കൈയുടെ മുകളിലൊക്കെ അങ്ങ് പുരട്ടുക. കാര്യം നല്ല ഗുണമുള്ള സാധനമാണ്, വേസ്റ്റ് ചെയ്യണ്ടല്ലോ. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ നമ്മളൊരു 30 സെക്കൻഡ്സ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇത് നമ്മുടെ സ്കിന്നിലൊന്ന് അബ്സോർബ് ആവണം. നമ്മുടെ സ്കിൻ എക്സ്ട്രാ അബ്സോർബ് ആക്കത്തില്ല. സ്കിന്നിന് ആവശ്യമുള്ളത് മാത്രമേ അബ്സോർബ് ആക്കുള്ളൂ. ബാക്കി പുറമേ തന്നെ നിൽക്കും. അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം സാധനങ്ങൾ ഉപയോഗിക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഡേ ക്രീം കേട്ടോ. ഡേ ക്രീം യൂസ് ചെയ്യുന്നത് ഇതിൽ മൾട്ടി ആക്റ്റീവ് ആൻറ്റി ഏജിങ് ഡേ ക്രീം ലൈറ്റാണ് ഇത് കേട്ടോ. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിനൊരു SPF 30 ഉണ്ട്. നമ്മൾ പുറത്തൊന്നും പോയില്ല, വീട്ടിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ. അതല്ല, നമ്മൾ പുറത്ത് പോകുകയാണെങ്കിൽ ഒരു SPF 50 ഇടാൻ ശ്രമിക്കുക.
2 സ്മോൾ പമ്പാണ് ഞാൻ എടുത്തത്. ഇതൊരു പീ വലിപ്പം ഇല്ല കേട്ടോ, ഇത് ഒത്തിരി റണിയാണ്, ഒരു ഹാഫ് പീയേ ഉള്ളൂ കേട്ടോ. ഞാൻ കണ്ടിട്ടുണ്ട് എല്ലാവരും എവിടെയെങ്കിലും പോകുമ്പോൾ കുറച്ച് ക്രീം എടുത്ത് ഇങ്ങനെ തേച്ച് കൊണ്ട് പോണത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക, നമുക്ക് സമയമുള്ളപ്പോൾ ഇടുക കേട്ടോ. എൻജോയ് ചെയ്ത് നമ്മളെ സ്കിന്നിനെ പാമ്പർ ചെയ്ത് ഇത്രയേ ഉള്ളൂ കേട്ടോ. രാവിലെ എൻ്റെ സ്കിൻ കെയർ ഇത്ര മാത്രമേ ഉള്ളൂ. ഇത് നമുക്കൊരു ഉച്ച വരെ തീർച്ചയായിട്ടും നിൽക്കും. ഉച്ചയാകുമ്പോൾ നമ്മളൊന്ന് നന്നായിട്ടൊക്കെ ഒന്ന് വിയർക്കുമല്ലോ. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക എന്ന് വെച്ചാൽ മുഖം ഒന്ന് കഴുകും കേട്ടോ. ഉച്ചയൊക്കെ ആകുമ്പോൾ മുഖം ഒന്ന് കഴുകളെ, വെറും പ്ലെയിൻ വാട്ടറിൽ കഴുകളെ. അത് കഴിഞ്ഞിട്ട് എൻ്റെ സാധാരണ മോയ്സ്ചറൈസിങ് ക്രീം വേണമെങ്കിലിട്. സംടൈംസ് നമുക്ക് ഓൾറെഡി ഈ മോയ്സ്റ്റ് തന്നെ നിലനിൽക്കും നമ്മുടെ മുഖത്ത്. പക്ഷെ ചില ദിവസങ്ങളിൽ ഒരുപാട് വിയർപ്പൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് രണ്ടാമതൊരു ശകലം ഇതിൻ്റെ മോയ്സ്ചറൈസിങ് ക്രീം തന്നെ ഞാൻ ഉപയോഗിക്കാറുണ്ട്. നിങ്ങൾക്ക് ഇത് പ്രയോജനപ്പെട്ട് കാണുമെന്ന വിശ്വാസത്തോടെ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു സൂൺ വിത്ത് അനദർ വ്ലോഗ്. ടിൽ ദെൻ, ബൈ ഫോർ നൗ. ബൈ ആൻഡ് ടേക്ക്